ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐഡിയയുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയതായിട്ടൊക്കെ ഉള്ള ഒരു ബനിയൻ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ടിപ്സ് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം മുഴുവനായിട്ട് കാണാം. അപ്പം ഞാനിവിടെ ഒരു 9 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള 8 വയസ്സ് ഒക്കെ ഏജ് വരുന്നൊരു ബോയിൻ്റെ ഒരു ബനിയനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ താഴത്ത് ഈ ഒരു ടൈപ്പ് കുറച്ച് കട്ടി വരുന്ന ടൈപ്പിലുള്ള ഒരു ബനിയനാണ് എടുത്തത്. ഈ സ്ഥാനത്ത് നമുക്ക് വലിയവരതും എടുക്കാം കേട്ടോ. വലിയ ബനിയന് വെച്ചിട്ട് നമുക്ക് ഇത് ഐഡിയ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ ബനിയനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചെറിയ ബനിയൻ നമ്മൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള, അത് വലിപ്പം കുറഞ്ഞിട്ടൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബനിയനാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ എന്ന് പറയുന്നത്, അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ പാൻറ്റ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഇടാൻ പറ്റുന്ന പാൻറ്റില്ലേ, അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻറ്റ് അളവിന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നെക്കിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ഫുൾ ലെങ്ത്ത്, ആ ഒരു ബനിയൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്ക് ആ ഒരു ഇറക്കത്തിന് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞ് പാൻറ്റാണ്, 2.5 വയസ്സുള്ള മോനാണ് കേട്ടോ. അപ്പോൾ 2.5 വയസ്സുള്ള മോനക്ക് പറ്റിയിട്ടുള്ള ഒരു പാൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യും ചെയ്യട്ടെ. നമുക്ക് വീട്ടിലൊക്കെ മക്കൾക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, എന്നാലും നമുക്ക് പിന്നെയും മക്കളല്ല ഒരുപാട് ഇട്ട് മാറ്റി കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഭാഗം നമ്മൾ ഒപ്പരം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് 2 സൈഡിൽ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഈ സൈഡിലായിട്ട് ഈ എൻഡ് വരെ മതി കേട്ടോ. അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ചിങ് അറിയാത്ത, വെറും ഒരു സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞിട്ട് വേറെ ഒന്നും അടിക്കാൻ അറിയാത്തവർക്കും പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എന്താക്കാം, പിന്നെ ആ കാലിൻ്റെ ആ ഒരു സൈഡ് ഇതേപോലെ റൗണ്ടിലല്ല, അത് താഴേന്ന് മറ്റ് താഴത്തേക്കുള്ള അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യുക, വളരെ എളുപ്പത്തിൽ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് തന്നെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറിയ പാൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കിയിട്ടുള്ളതെന്നും, അല്ലെങ്കിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ബനിയനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എലാസ്റ്റിക്കും കൂടി ഇടാനുള്ളൂ കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച്, നമ്മുടെ എടുക്കുന്ന എലാസ്റ്റിക് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് മടുക്കുക, വലുതാണെങ്കിൽ അതിനനുസരിച്ച് മടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ മടക്കി വെച്ചതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ എലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കൊരു അടിപൊളി ബ്രാൻഡ് നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ ഒരു കമൻറ്റോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പം ഒരുപാട് ചെറിയ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.